എന്നാടി നിന്നെ ആലോചിച്ചോണ്ടിരിക്കണേ? അവിടെ ഇട്ടുണ്ടായിരുന്നോ? എന്നെ കിളി പോയായിരുന്നോ? ഇവിടെ പോയില്ല. ഇങ്ങനൊരു പല്ലീനെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നു. എന്നാ പോലും ഈ പല്ലിയൊക്കെ ഇങ്ങനെ ഭിത്തി വഴി ഇങ്ങനെ പിന്നെ വലിഞ്ഞ് ഇങ്ങനെ കേറി പോവില്ലേ? ആ അതുകൊണ്ട് നമ്മളെന്താ പോവാത്തെ? ഏ? നമ്മളെന്താ പോവാത്തെ ഭിത്തി വഴി ഇങ്ങനെ? എന്താ പോലും ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാൻ ആലോചിച്ചു. എന്നാ? എന്റെ ആൻസർ അറിയാമോ? ഇല്ല. ഞാൻ പറയട്ടെ. എന്നാ? ഈ ഭിത്തിയിലൊക്കെ ഭിത്തി തേക്കണേന് മുന്നേ ഇല്ലേക്കുവേ ആ നിറയെ മറ്റേ കുത്തായിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, ഭിത്തി ചോരില് ഇരിക്കൂലേ? ആ ചോരിന്റെ ഉള്ളിലെല്ലാം പല്ലിക്കൂടുണ്ടാക്കി വെക്കും. എന്നിട്ട് അവിടെ മുട്ടയിട്ട് വെക്കും. ഓ, എന്നിട്ട് നീയാണോ മുട്ടയൊക്കെ എടുത്തു വെക്കണ ആള്? ഞാൻ എടുത്ത് വെക്കും കൊടുക്കും. എന്നിട്ട് തേച്ച് കഴിയുമ്പോഴേക്കും ആ തേച്ച് കഴിയുമ്പോ പല്ലിക്ക് പിന്നെ ചെല്ലാൻ പറ്റണല്ലോ. പല്ലിക്ക് മുട്ട എവിടെ ഇരിക്കണേന്ന് അറിയില്ലല്ലോ. ഉം, മൊത്തം ഇങ്ങനെ പല്ല് കയറി തപ്പും. മുട്ട ഉം, എവിടെ ഇരിക്കണേ, എവിടെ ഇരിക്കണേ ഉം, എന്നുവെച്ചാൽ അതിന്റെ കുഞ്ഞുങ്ങളാവാനുള്ളതല്ലേ. ഉം. മൊത്തം കയറി തപ്പിയിട്ട് അത് കാണാത്ത പഴം അതിന്റെ അരിശം കൊണ്ട് നമ്മുടെ ദേഹത്തേക്ക് അത് ചാടും. ഓ, അങ്ങനെയാണോ ചാടണേ? എന്നിട്ട് അത് ചാടിയിട്ട് മേത്തേക്ക് നമ്മൾ ചാടുമ്പോ ചിലപ്പോ അതിന്റെ വാലൊക്കെ മുറിഞ്ഞു വീഴില്ലേ? ഓ അതുപോലെ ആയത്തിലാ ചാടുക. അടിച്ചു വീഴുമ്പോ നമുക്ക് വേദനിക്കൂല്ലല്ലോ. ആ നഖം പക്ഷെ നമ്മുടെ മേലിൽ കൊള്ളും. ആ ആ ഒരു പ്രാക്കും കൂടെ നമുക്ക് കൊള്ളും. ആണോ? അങ്ങനെയാണോ? ഇതാണ് ഇത്ര നേരം ആലോചിച്ചോണ്ടിരുന്നേ? ഞാൻ ആലോചിച്ച് കണ്ടെത്തിയതാണ്. അതെയോ? നിനക്കൊരു അവാർഡ് തന്നല്ലോടി. തൃപ്തിയായപ്പോ? എന്റെ